എല്ലാവർക്കും നമസ്കാരം. ഓഗസ്റ്റ് 9 നാഗപഞ്ചമി ദിവസമാണ്. നാഗം പൂർണ്ണത്വത്തിൻ്റെ അറിവിനെ നമുക്ക് ഗ്രഹിക്കുവാനായിട്ടുള്ള മാർഗമാണ്. നോക്കൂ, നമുക്കറിയാം, നമ്മൾ സാധന ചെയ്യുന്ന ഓരോ വ്യക്തികൾക്കും അവർക്ക് ധ്യാനത്തിന് ശേഷം അവരുടെ പഞ്ചേന്ദ്രിയങ്ങൾ നേരത്തത്തിനെക്കാട്ടിൽ കൂടുതൽ സജീവമായി പ്രവർത്തിക്കുന്നത് പോലെ അവരനുഭവിക്കുന്ന ഒരു കാര്യമാണ്. കണ്ണുകളും നാക്കും ചെവിയും എല്ലാം തന്നെ കൂടുതലായി ഇരട്ടിയായിക്കൊണ്ട് സാധനയ്ക്ക് ഇരിക്കുന്നതിൻ്റെ മുൻപേ അത് വളരെ കുറവും, അതിന് സാധനയ്ക്ക് ശേഷം നമ്മൾ കണ്ണുകൾ കൊണ്ടും കേൾക്കുന്ന കാര്യങ്ങളെല്ലാം തന്നെ വളരെയേറെ ഒരു ഫ്രഷ്നെസ്, ഒരു പുതുമ തോന്നുന്നതായിട്ട് നമുക്ക് തോന്നാറുണ്ട്. അതൊക്കെ ഏറ്റവും ബിഗിനിങ് സ്റ്റേറ്റ് ആണ്. അതിൻ്റെയൊക്കെ അപ്പുറം, ഈ പഞ്ചേന്ദ്രിയങ്ങൾക്കൊക്കെ അപ്പുറം പ്രത്യാഹാര എന്ന് പറയുന്ന ഒരു അവസ്ഥയിലാണ് ഒരു വ്യക്തി ധ്യാനത്തിൻ്റെ പൂർണ്ണ അവസ്ഥയിൽ എത്തിച്ചേരുന്നത്. ധ്യാനം, ധാരണ, സമാധി എന്ന് പറയുന്ന, ധാരണ എന്ന് പറയുന്ന പൂർണ്ണത്വത്തിലേക്ക് നമ്മൾ എത്തിച്ചേരുന്നത് ഒരു പ്രത്യാഹാര അവസ്ഥയിൽ നിൽക്കുന്ന സമയത്ത് നമുക്ക് ഈ പഞ്ചേന്ദ്രിയങ്ങളപ്പുറം നടക്കുന്ന കാര്യങ്ങളെ ഗ്രഹിക്കുന്നതിന് നാഗ, ദ സർപ്പൻ്റ് എനർജി വളരെയേറെ നമ്മളെ ഹെൽപ്പ് ചെയ്യും. നാഗ ഊർജം, നാഗത്തിൻ്റെ സ്പർശനം ഏതെങ്കിലും ഒരു വ്യക്തിയിൽ ചൊരിഞ്ഞിട്ടുണ്ടെങ്കിൽ പൂർണ്ണത്വത്തിൻ്റെ ഒരു മാർഗം അതിൽ തെളിയുവാനായിട്ടാണ്. നാഗപഞ്ചമി യോഗയുടെ പാരമ്പര്യത്തിൽ വളരെ പ്രാധാന്യം കൽപ്പിക്കുന്ന ഒന്നാണ്. യോഗയിൽ നാഗത്തിന് കൊടുക്കുന്ന പ്രാധാന്യം വളരെ വലുതാണ്. നാഗത്തിൻ്റെ 2 ഡയമെൻഷൻ. ഒന്ന് അനന്തം. നമ്മൾ കേരളത്തിലുള്ളവർക്ക് വളരെയേറെ പ്രശസ്തമാണ്. അനന്ത പത്മനാഭനും അനന്തനാഗസ്വാമിയും ഒക്കെ തന്നെ അനന്തം, കാലത്തെ അടിസ്ഥാനപ്പെടുത്തുന്ന ഒന്നാണ്. ഒരിക്കലും നിലക്കാത്ത ഒന്ന്, ഒരിക്കലും നശിക്കാത്തതായിട്ടുള്ള ഒരു ഇൻഫിനിറ്റി, ഒരിക്കലും നശിക്കാത്തതായിട്ടുള്ള പരബ്രഹ്മത്തിൻ്റെ ഒരംശം നമ്മളെന്ന് പറയുന്ന ഒരിക്കലും നിലയ്ക്കാത്ത ഒന്നാണ്. പണ്ട് ഭഗവത്ഗീതയിൽ കൃഷ്ണൻ പറഞ്ഞിട്ടുള്ളത്, വായുവിനോ ജലത്തിനോ അഗ്നിക്കോ ഒന്നിനും തന്നെ നശിപ്പിക്കാൻ പറ്റാത്ത ഒരു പ്യുവർ എനർജിയാണ് നമ്മൾ. എന്നാൽ ആ പ്യുവർ എനർജി പരബ്രഹ്മമാണ്. ആ ഒരു ശുദ്ധബോധത്തിൻ്റെ ഭാഗമാണെന്നുള്ളൊരു തിരിച്ചറിവാണ്. അതിൻ്റെ ഒരു കാവൽക്കാരനും അതിൻ്റെ ഒരു സംരക്ഷകനുമാണ് അനന്തനാഗസ്വാമി. അതേപോലെ തന്നെ ഈ സൃഷ്ടി ഓരോ പരിണാമ പ്രക്രിയകൾ കഴിയുമ്പോഴും ഇതിൽ അവശേഷിച്ചിരിക്കുന്ന ജ്ഞാനം മുഴുവനും, ഇതിൻ്റെ അടിസ്ഥാന പ്രക്രിയ മുഴുവനും നിലകൊണ്ടിരിക്കുന്നത് ഒരു നാഗത്തിലാണ്. അതിനെ നമ്മൾ ശേഷനാഗമെന്ന് വിളിച്ചു. ശേഷനാഗത്തിൻ്റെ അടിസ്ഥാന പ്രക്രിയകൾ മുഴുവനും നമ്മുടെ ഈ സൃഷ്ടിയുടെ, ഒരു വ്യക്തിക്ക് ഈ ചക്രത്തിൻ്റെ അപ്പുറത്തേക്ക് കടക്കണമെന്ന് ചിന്തിക്കും, സൃഷ്ടിയുടെ ഉറവിടത്തിലേക്ക് ലയിക്കണമെന്ന് ആഗ്രഹിക്കുന്ന സമയം ഈ സൃഷ്ടിയുടെ ജ്ഞാനം എന്ന് പറയുമ്പം അതിലൊളിഞ്ഞിരിക്കുന്നത് ശേഷനാഗത്തിലാണ്. ആ ജ്ഞാനം, ഈ 2 ഡയമെൻഷൻ, ഈ 2 തത്വങ്ങളുമാണ് നാഗവർഷിപ്പിലൂടെ യോഗയുടെ മാനത്തിൽ നമ്മളെ അറിയിക്കുന്നത്. കേരളത്തിൻ്റെ മണ്ണിൽ നോക്കുമ്പോൾ കേരളത്തിൻ്റെ മണ്ണിൽ കൂടുതലും തക്ഷകനും കാർക്കോടക നാഗനും വാസുകിയുമാണ്. ഈ നാഗവർഷിപ്പിൻ്റെ പ്രാധാന്യം നമ്മുടെ ചില നമ്മളിൽ നിന്ന് വന്നവർ, നമ്മളിലൂടെ നമ്മുടെ കുടുംബത്തിലും നമ്മുടെ ഒപ്പം ജീവിച്ചവരും ഒക്കെ തന്നെ അവരുടെ ഊർജം കുറച്ചും കൂടി ഉണ്ടായിട്ടും ആ ശരീരത്തിനും മനസ്സിനും പല രീതിയിലുള്ള പ്രശ്നങ്ങൾ പറ്റിയിട്ട് ആ ശരീരം നഷ്ടപ്പെട്ടു പോകുന്ന ഒരവസ്ഥ. എന്നാൽ ആ ഊർജം വേറൊരു ശരീരം എടുക്കുവാൻ വേണ്ടിയിട്ടുള്ള പാകപ്പെടൽ ഈ സൃഷ്ടിചക്രത്തിൻ്റെ അല്ലെങ്കിൽ കാലചക്രത്തിൻ്റെ അല്ലാതെ ശരീരം വിടുന്ന ഒരാളെ സംബന്ധിച്ച് നോക്കുമ്പം അവർ ഊർജം പല രീതിയിലും നമ്മളെ ബാധിക്കുന്നത്. നമ്മൾ കുലദോഷമെന്നും പിതൃദോഷമെന്നും ഒക്കെ നമ്മൾ അതിനെ പറയാറുണ്ട്. അതിനു വേണ്ടിയിട്ട് ഈ ഒരു ഭൂമിയുടെ ഒരു ഊർജത്തിൻ്റെ ഒരു ഉയർന്ന ഊർജമായിട്ടിരിക്കുന്ന ഒരു മാനമാണെന്ന് വെച്ചാൽ നമ്മുടെ ഈ ഒരു പ്രാണശക്തി, സുഷ്മയിലുള്ള പ്രാണശക്തി മുകളിലേക്ക് പൊങ്ങുമ്പോൾ മാത്രമാണ് നമ്മൾ എന്താണ് നമ്മുടെ ഈ ഒരു അവബോധമാവുന്ന നമ്മളെന്ന് തിരിച്ചറിയുന്നുള്ളൂ. അപ്പോൾ സുഷ്മയിലുള്ള പ്രാണൻ്റെ അടിസ്ഥാന പ്രക്രിയ എർത്ത് എനർജി ആയിട്ടാണ്. അതുകൊണ്ട് സർപ്പൻ്റ് ഫോഴ്സ് വളരെയേറെ സുഷ്മ നാഡിൽ നാഗ ഊർജം നമ്മളിലേക്ക് നിലകൊണ്ടിരിപ്പുണ്ട്. അപ്പം നമ്മളിൽ നിന്ന് വിട്ടുപോകേണ്ട ഒരു ഊർജം നമ്മളെ ബാധിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് പല രീതിയിലും അതിൽ നിന്നുള്ളൊരു മോചനവും നമ്മുടെ ജീവിതത്തിൻ്റെ പുതിയ മാനങ്ങളെ നമുക്ക് സ്പർശിച്ചറിയുവാനായിട്ടുള്ള ഒരു ക്രമീകരണവും ഒക്കെ തന്നെ നാഗ ഊർജത്തിലൂടെ നമുക്ക് സാധിക്കും.
അതിനായിട്ട് യോഗയുടെ പരമ്പരയിൽ നാഗപഞ്ചമി വളരെ പ്രാധാന്യമായി കൊടുക്കുന്നുണ്ട്. നാഗപഞ്ചമി ദിവസങ്ങളിൽ നമുക്ക് അതിനുള്ള മാനവും ഈ യോഗ പാരമ്പര്യത്തിൽ ഒരുക്കി വെച്ചിട്ടുണ്ട്. പല രീതിയിലുള്ള ക്ഷേത്രങ്ങൾ, ഇപ്പം മണ്ണാറശാല പോലുള്ള ക്ഷേത്രങ്ങളും അതേപോലെ തന്നെ നമ്മുടെ നാഗർകോവിലുള്ള നാഗയക്ഷിയമ്മ ക്ഷേത്രവും ഇതൊക്കെ തന്നെ അവിടെ പോയിട്ട് സർപ്പസേവയായിട്ട് ഇൻവോൾവ് ചെയ്ത് സർപ്പസേവ പോലുള്ള കാര്യങ്ങൾ ചെയ്യുമ്പം നമ്മുടെ അടിസ്ഥാനപ്പെടുത്തി കിടക്കുന്ന 5 വായു തത്വങ്ങളിലുള്ള ഒരു വായുവാണ് വാനവായു. ഈ വാനവായുവിൻ്റെ അടിസ്ഥാന പ്രക്രിയ നമ്മളിൽ നിന്ന് കുറച്ചുകൂടും വാനവായുവിൻ്റെ അളവ് കുറയുമ്പോഴാണ് നമ്മുടെ പ്രാണശക്തി നിലച്ചിരിക്കുന്ന ഒരവസ്ഥ. അവിടെയാണ് നമുക്ക് പല രീതിയിലും ഈ പ്രാണനെ നമ്മൾ അന്ധകാരത്തിൻ്റെ കണ്ണിലൂടെ ചിന്തിച്ച് നമ്മൾ ജീവിതത്തിൻ്റെ പല മാനങ്ങളെയും സ്പർശിക്കാതിരിക്കുന്നത്. എന്നാൽ ഈ ഈശ്വര സാക്ഷാത്കാരത്തിൻ്റെ ഈ ജീവിതത്തിനെ നമുക്ക് പല രീതിയിലും സ്പർശിക്കാൻ ഗ്രേസ് നാഗത്തിൻ്റെ അനുഗ്രഹം വളരെ വലുതാണ്. വാൽമീകി സർപ്പസേവ പോലുള്ളതും സർപ്പബലിയും പല രീതിയിലുള്ള സർപ്പസേവയിലൂടെയും സർപ്പസാധനയിലൂടെയും ഒക്കെ തന്നെ നമുക്ക് നമ്മുടെ സൂക്ഷ്മയിലുള്ള പ്രാണനെ നമുക്ക് പഞ്ചേന്ദ്രിയങ്ങൾക്ക് ഉപരിയുള്ള കാര്യങ്ങളെ ഗ്രഹിക്കുവാനും നമ്മുടെ കുണ്ടലിനി ചൈതന്യമായിട്ടുള്ള ആ ഒരു സർപ്പൻ്റ് എനർജി, ഈ സർപ്പൻ്റ് എനർജിയാണ് പണ്ട് ശ്രീനാരായണ ഗുരുദേവൻ എഴുതിയതുപോലെ ആടുപാമ്പേ ആടാട് പാമ്പേ, അത് ആനന്ദ കൂത്തുകൊണ്ട് ആനന്ദ കൂത്തെന്ന് വെച്ചാൽ ഈ ഒരു കുണ്ടലിനി ചൈതന്യം ഉയർന്നു കഴിയുമ്പോഴാണ് നമ്മൾ റിയാലിറ്റിയുടെ നമ്മുടെ ആനന്ദത്തിനെ നമ്മൾ ഈ ഒരു ശരീരത്തിൽ ഇരുന്നുകൊണ്ട് അനുഭവിക്കുന്നത്. അതിനെ സ്പർശിച്ച ഇവിടെ ഇരുന്നാലും നമുക്ക് ആനന്ദം അറിയാൻ സാധിക്കും. എപ്പോഴും തന്നെ യോഗയുടെ മാനത്തിൽ നാഗത്തിന് കൊടുക്കുന്ന വലിയ പ്രാധാന്യം എപ്പോഴും തന്നെ നമ്മൾ സ്റ്റെബിലിറ്റി, നമ്മുടെ മൂലാധാര ചക്രത്തിൻ്റെ ഏറ്റവും അടിസ്ഥാന പ്രക്രിയയാണ് സുഷ്മയിലുള്ള പ്രാണൻ. നമ്മൾ വേറെ എന്തിനേയും സ്പർശിച്ച് പോയാലും എല്ലാ എനർജികളെയും നമ്മൾ സ്പർശിച്ച് പോയാലും നമ്മൾ സ്റ്റെബിലിറ്റി, നമ്മൾ ഉയർന്ന തലത്തിൽ നമ്മൾ സ്റ്റേബിൾ അല്ല എന്നുണ്ടെങ്കിൽ നമ്മളതിൽ ഉറയ്ക്കാൻ പഠിച്ചില്ലേ. ഇപ്പം ശിവൻ്റെ മുന്നിൽ നന്ദി ഇരിക്കുന്നത് പോലെ നമ്മൾ കൂടുതൽ കാര്യങ്ങളെ നമ്മൾ ഗ്രഹിക്കുവാനായിട്ട് നമ്മൾ എന്ത് ചെയ്യണം, നമ്മൾ അതിലേക്ക് ഒരു പേഷ്യൻസോടുകൂടി വെറുതെ ഇരിക്കാനും നമുക്ക് അതിനെ ഗ്രഹിക്കാനുമായിട്ടുള്ളൊരു ശക്തി ഉണ്ടാവണം. അത് മൂലാധാരയുടെ ഒരു സ്റ്റെബിലിറ്റി നമുക്ക് ഉറയ്ക്കുമ്പോഴാണ് സാധിക്കുന്നത്. നാഗത്തിൻ്റെ പല ഡയമെൻഷൻ പല തരത്തിലാണ്. ഒരു തവണ നമ്മളതിൻ്റെ ഗ്രേസ് അനുഭവിച്ചാൽ നമ്മുടെ ലൈഫ് ടൈം വരെ നമ്മൾ എന്താണോ നമ്മുടെ പൂർണ്ണത്തിൻ്റെ ഉദ്ദേശം നമ്മൾ അറിയാൻ ആഗ്രഹിക്കുന്നത്, അത് ആത്മമുക്തിയും അതേപോലെ തന്നെ ഭൗതിക തലത്തിലുള്ള വെൽബീയിങ്ങും ഒക്കെ തന്നെയാണ് നാഗത്തിലൂടെ സംഭവിക്കുന്നത്. അപ്പം നാഗപഞ്ചമി വളരെയേറെ ഒരു ഊർജ്ജമുള്ള, വളരെയേറെ സൃഷ്ടിയുടെ തന്നെ അവനവനിൽ നിന്ന് തിരിച്ചറിയുവാൻ പറ്റുന്ന ഒരു റിയലൈസേഷന് വേണ്ടിയിട്ടുള്ള ആത്മമോചനവും അതേപോലെ തന്നെ ഇന്നർ വെൽബീയിങ്ങും ഔട്ടർ വെൽബീയിങ്ങും നടക്കുന്ന ഒരു ദിവസമാണ് നാഗപഞ്ചമി എന്ന് പറയുന്നത്. നമ്മൾ നാഗത്തിൻ്റെ ഊർജ്ജത്തെ ആ ഒരു രീതിയിലൂടെയാണ് അനുഭവിക്കുന്നതും അറിയുന്നതും എല്ലാം തന്നെ. തീർച്ചയായിട്ടും ഈ നാഗപഞ്ചമി ദിവസങ്ങളിൽ നാഗക്ഷേത്രങ്ങളിൽ സർപ്പപൂജയും കാര്യങ്ങളും ചെയ്യുന്നത് ഏറ്റവും നല്ലൊരു കാര്യമാണ്. എല്ലാവർക്കും എൻ്റെ നമസ്കാരം.